വൈദ്യുത രസതന്ത്രത്തിലേക്ക് സ്വാഗതം. എന്താണ് വൈദ്യുത രസതന്ത്രം അഥവാ ഇലക്ട്രോകെമിസ്ട്രി? രാസപ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നും മറിച്ച് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ രാസപ്രവർത്തനങ്ങൾ പ്രായോഗികമാക്കാം എന്നും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇലക്ട്രോകെമിസ്ട്രി. 1999 കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം എനിക്ക് നീണ്ട 25 വർഷങ്ങൾ വേണ്ടി വന്നു ഒരു ഡോക്ടറൽ റിസർച്ചിന് ചേരാൻ. അത് വൈദ്യുത രസതന്ത്രത്തിലാണ് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത്രയ്ക്കുണ്ട് ഈ മേഖലയുടെ പ്രാധാന്യം. എന്താണെന്നല്ലേ, ഒരു നിമിഷം ഈ ലോകത്തിലെ മുഴുവൻ വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടു എന്ന് കരുതുക. എന്ത് സംഭവിക്കും? ഈ ലോകം മുഴുവൻ നിശ്ചലമാകും. അത്രയ്ക്കുണ്ട് ഇതിൻ്റെ പ്രാധാന്യം. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ഊർജത്തിനു വേണ്ടി ആയിരിക്കും എന്നാണ് എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. എന്തിനേറെ, ഈ ഊർജ സംഭരണികളുടെ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള ലോഹങ്ങൾക്ക് വേണ്ടിയുള്ള പരോക്ഷമായ ശീത സമരങ്ങളും യുദ്ധങ്ങളും ലോകരാജ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഇലക്ട്രോകെമിസ്ട്രിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ എവിടെയാണുള്ളത്? അത് ഇന്ത്യയിൽ തന്നെയാണ്. AD 12-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അഗസ്ത്യ സംഹിതയിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. 2 ലോഹങ്ങൾ ഉപയോഗിച്ച്, അതായത് കോപ്പർ ആൻഡ് സിങ്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നും ഈ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാം എന്നുമുള്ള പരാമർശം അഗസ്ത്യ സംഹിതയിലുണ്ട്. ഈ പ്രാചീനമായ അറിവുകൾ ലോകത്തിൻ്റെ പൊതുസ്വത്താണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗവുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് ഇതിനർത്ഥമുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കണ്ടു, ബാഗ്ദാദ് ബാറ്ററി കണ്ടു, ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു. അതിനുശേഷം ലൂയിജി ഗാൽവാനിയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ശാസ്ത്രം സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ ആദ്യത്തെ ബാറ്ററി പ്രൊഫസർ അലസാൻഡ്രോ വോൾട്ട നിർമ്മിച്ചു, ദ വോൾട്ടായിക് പൈൽ. അതിനുശേഷം അനേകായിരം പരീക്ഷണങ്ങൾ ബാറ്ററി രംഗത്തുണ്ടായി. അനേകം പരാജയങ്ങൾ, വിജയങ്ങൾ കണ്ടു. ഇന്ന് വിപണിയിൽ നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട ബാറ്ററി കെമിസ്ട്രീസ് ലെഡ് ആസിഡ് ബാറ്ററീസ്, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ആൻഡ് ലിഥിയം അയോൺ ബാറ്ററീസ്. ഇതിൽ ലിഥിയം അയോൺ ബാറ്ററീസിൻ്റെ കണ്ടുപിടുത്തം ഒരു നാഴികക്കല്ലായിരുന്നു. ഇതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്തത് സോണി എന്ന കമ്പനിയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതിഭാധനരായ ശാസ്ത്രജ്ഞന്മാർ പ്രൊഫസർ ജോൺ ഗുഡിനഫ്, പ്രൊഫസർ സ്റ്റാൻ വിറ്റിംഗ്ഹാം ആൻഡ് പ്രൊഫസർ അകിര യോഷിനോ എന്നിവരാണ്. 2019 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം അതിന് ഇവർ അർഹരായി. ഇനി എന്താണ് ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് വൈദ്യുത രാസ സെൽ.